السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മാപ്പിള മഹാകവി മർഹൂം മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ ഖിസ്സ പാട്ടിൽ നിന്ന് ഏതാനും ചില വരികളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. മുത്തുനബിയും സ്വഹാബത്തും മക്കയിലെ ശത്രുത കാരണത്താൽ മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ്. മദീനയിലെത്തിയ മുത്തുനബിക്കും സ്വഹാബത്തിനും മക്കയിലെ തന്നെ പോലെ ഖുറൈശികളുടെ ശല്യം മദീനയിലും അനുഭവപ്പെടുകയാണ്. എത്രത്തോളം എന്നാൽ അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ മുത്തുനബിയുടെയും സ്വഹാബത്തിൻ്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് കൊള്ള ലാഭം നേടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് കൊള്ള ലാഭവും നേടി ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വിവരം നബി തങ്ങളും സ്വഹാബത്തും അറിയുന്ന താമസമത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അപഹരിച്ചു കൊണ്ടുപോയ സ്വത്തുക്കളെ തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കലും നമ്മൾ ഓർക്കേണ്ടത്, ഇത് ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല നബി തങ്ങളും സ്വഹാബത്തും പുറപ്പെട്ടത്, പിന്നീട് അത് യുദ്ധമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ നബി തങ്ങളും ബദരീങ്ങളും സ്വഹാബാക്കളും ബദറിലെത്തി ഒരു തടാകവും ഒരു ടെന്റും അവിടെ നിർമ്മിക്കുകയാണ്. അങ്ങനെ അതാ തടാകത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ട്. ആരാണത്? ഹക്കീം എന്നവരാണ്. അദ്ദേഹം തടാകത്തിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോവുകയുണ്ട്. അങ്ങനെ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഹക്കീമാണല്ലോ വന്നത്. നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഹക്കീം എന്നയാൾ മക്കയിൽ വെച്ച് എന്നെ ധാരാളം സഹായം ചെയ്തിട്ടുള്ളതാണ്, അതാണ് ഞാൻ ഒന്നും അദ്ദേഹത്തോട് പറയാതിരുന്നതെന്ന് സ്വഹാബാക്കളോട് മറുപടി കൊടുത്തു. അങ്ങനെയതാ വേറൊരാൾ. ആരാണത്? ശത്രുക്കളുടെ വില്ലാളി വീരനായ അസ്വദുൽ അൻസ് ആണത്. അതാ തടാകത്തിലേക്ക് അസ്വദുൽ അൻസ് ചാടിയെടുത്തപ്പോൾ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തെ ഹൗലിൽ നിന്ന് കൊടിപ്പവൻ ജ്ഞാനമുറ്റനബിയുന അമർ എൻ്റെ ഹൗലൊടടുപ്പതാർ ഞാനിരിക്കവ ജിന്നും ഇൻസിലും നാങ്ക് ദിക്കിലുമില്ല പേർ ആനബോധസദുൽ ഇല അരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തെ ഹൗലിൽ നിന്ന് കൊടിപ്പവൻ ജ്ഞാനമുറ്റനബിയുന അമർ എൻ്റെ ഹൗലൊടടുപ്പതാർ ഞാനിരിക്കവ ജിന്നും ഇൻസിലും നാങ്ക് ദിക്കിലുമില്ല പേർ. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു തടാകത്തിലേക്ക് കാവൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ആക്രോശിച്ചുകൊണ്ട് അസ്വദുൽ അൻസ് തടാകത്തിലേക്ക് വന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദുൽ അൻസിനോട് ചോദിക്കുന്നുണ്ട്, ആരാണത്? എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അസ്വദുൽ അൻസ് കയർത്ത് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ തടാകത്തെ തകർക്കാൻ വേണ്ടിയും വെള്ളം എടുക്കാൻ വേണ്ടിയുമാണ് വന്നതെന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ അതാ ഹംസ റളിയല്ലാഹു അൻഹും അസ്വദുൽ അൻസും ദീർഘമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അസ്വദുൽ അൻസും ഹംസ റളിയല്ലാഹു അൻഹും ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടുകൊണ്ട് അസ്വദുൽ അൻസ് അതാ നിലത്ത് വീഴുകയാണ്. അങ്ങനെ അതാ ഈ നിലത്ത് വീഴുന്ന കാഴ്ച കണ്ട് ഖുറൈശികൾ സഹിക്കുമോ? ഇല്ല. മുത്തുനബിയോട് പറയുകയാണ്, ആരടാ ഞങ്ങളെ വെല്ലാനുള്ളത്? അങ്ങനെ മുത്തുനബി അൻസാരികളായ സ്വഹാബാക്കളെ ഖുറൈശികളോട് വെല്ലാൻ വേണ്ടി വിടുകയാണ്. അങ്ങനെ ഖുറൈശികൾ പറയുകയാണ്, ഞങ്ങൾക്ക് അൻസാരികളെയല്ല വേണ്ടത്, ഞങ്ങൾക്ക് മക്കയിൽ നിന്ന് പോയ മുഹാജിറുകളെയാണ് വേണ്ടത് എന്ന് പറയുകയാണ്. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറം ജിഹാബി ഹദ്ദ രണ്ട് സൊഫിടക്കു ചണ്ടു ഹാലിറം ചീർമദം ധരിത്തുകൊണ്ട് ചോടി അന്ത കാഫിറ മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറം ജിഹാബി ഹദ്ദ രണ്ട് സൊഫിടക്കു ചണ്ടു ഹാലിറം ചീർമദം ധരിത്തു
ഖുറൈശികളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നബി തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും ശത്രുക്കളോട് പോരാടാൻ വേണ്ടി വിടുകയാണ്. ആരാണ് ശത്രുപക്ഷത്തിൽ നിന്നുള്ളത്? അസ്വദുൽ അനസിനേക്കാൾ ധീരന്മാരായ ഉത്ബത്തും ഷൈബത്തും വലീദുമാണുള്ളത്. അങ്ങനെ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഉത്ബത്തും ഷൈബത്തും വലീദും ഹംസ റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു അൻഹുവിനോടും ഉബൈദ റളിയല്ലാഹു അൻഹുവിനോടും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് വീണ്ടും അതാ ബദറിന്റെ രണാങ്കണം ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. അങ്ങനെ അതാ സ്വഹാബത്തിന്റെ തക്ബീർ ധ്വനികളാൽ ബദറിന്റെ രണാങ്കണം ചൂടുപിടിക്കുകയാണ്. ഉത്ബത്തും വലീദും ഷൈബത്തും അലി റളിയല്ലാഹു അൻഹുവിനോടും ഹംസ റളിയല്ലാഹു അൻഹുവിനോടും യുദ്ധത്തിൽ പോരാടുന്ന കാഴ്ചയാണ് സംഭവിക്കുന്നത്. പിന്നെ എന്ത് അവിടെ സംഭവിച്ചെന്നോ? ഇരുപുറം തഹയ്യറിനാൽ നിലക്കവെ എങ്കിൽ ഹംസ ഷൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു പെട്ടുകൊടെ ഉടനെ തടുക്കവെ ഇരുപുറം തഹയ്യറിനാൽ നിലക്കവെ എങ്കിൽ ഹംസ ഷൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു പെട്ടുകൊടെ ഉടനെ തടുക്കവെ ഈർമുറ്റിക്കൂട് ശൈബത്തേക കുത്തിത്താൻ ഒശിത്ത് തേരി ഹംസ പാട് കടുകത്താൽ അടിത്തിട്ടോൻ തടുത്ത് തടവൊടു നീട്ടും അടവൊടു ചാട്ടും തടമിട അടൽ കൊടു തുടർപ്പിന കടുകട ത്രിപെടും പിന പലെ പാടും എത്തിര ചോടുരത്തയിൽ കരിഷണമാ. അങ്ങനെ ഉത്ബത്തും ഷൈബത്തും വലീദും അതാ മുത്തുനബിയുടെ സ്വഹാബാക്കളായ അലി റളിയല്ലാഹു അൻഹുവിനോടും ഹംസ റളിയല്ലാഹു അൻഹുവിനോടും ഉബൈദ റളിയല്ലാഹു അൻഹുവിനോടും പോരാടുകയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നോ? അതാ ഒരു ഭാഗത്ത് ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട സ്വഹാബാക്കൾ ഉബൈദ റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ട് ഇലാ ഹദ്റതി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരും അതീശണത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് പരും ബാശി കോശുകൈനമ്മ പുകിന്താർ ഇരുപേരും അതീശണത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് പരും ബാശി കോശുകൈനമ്മ. ഉബൈദ തങ്ങളെ പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും നബി തങ്ങളെ അടുത്തേക്ക് പോയപ്പോൾ ഉബൈദ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയേ, എൻ്റെ കാലിന് മാത്രമേ വെട്ടേറ്റിട്ടുള്ളൂ, നാം ബദരീങ്ങളിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അങ്ങയും ബദരീങ്ങളിൽ പെട്ടതാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ അതാ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇങ്ങനെ എത്രയെത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ ദീനുൽ ഇസ്ലാമിനെ പടുത്തീർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ ദീനിനെ സംരക്ഷിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.